അപ്പം സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഗൈസ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ റിസ്വാൻ. അപ്പം ടോപ്പ് 5ലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു അടിപൊളി ബാസ് ട്രബിൾ ബോർഡിനെ പരിചയപ്പെടുത്താനാണ്. ഗൈസ് ഇത് സബ്സ്ക്രൈബേഴ്സ് കുറച്ച് ചോദിച്ചിരുന്നു. ഞാൻ മുമ്പ് ആംപ്ലിഫയറിൻ്റെ വീഡിയോ ഇട്ടിരുന്നപ്പം അത് മറ്റേ 2.1ൻ്റെ വീഡിയോ ഇട്ടപ്പം ചോദിച്ചിരുന്നതാണ് ഞാൻ യൂസ് ചെയ്ത ബാസ് ട്രബിൾ ബോർഡ് ഏതാണ്. അപ്പം അതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഗൈസ്. അപ്പം ഞാൻ ആ ഒരു ആംപ്ലിഫയറിൽ നിന്ന് അഴിച്ചെടുത്തിട്ടാണ് ഞാൻ ഇന്ന് അതിനെ പരിചയപ്പെടുത്തുന്നത്. അപ്പം നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്, എന്നെ കൊണ്ട് പറ്റാവുന്നതാണ്, ഞാൻ ഉറപ്പായിട്ടും അത് ചെയ്തിരിക്കും. അപ്പോൾ ഗൈസ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് ഈ കാണുന്നതാണ് ആ ഒരു ബാസ് ട്രബിൾ ബോർഡ് ഗൈസ്. അപ്പം ഇതാണ് എൻ്റെ ആംപ്ലിഫയറിൽ വെച്ചിരുന്നത് 2.1ൽ. അപ്പം ഇതിനു വേണ്ടി ഞാൻ അഴിച്ചെടുത്തതാണ് അതിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇത് LM324 എന്നൊരു ബാസ് ട്രബിൾ ബോർഡാണ്. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് വരുന്നത് 120 രൂപയാണ് നമ്മുടെ ഇലക്ട്രോണിക് ഷോപ്പിലൊക്കെ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നല്ലൊരു തിക്കുള്ള PCBയിലാണ് ഗൈസ് ഈ ഒരു ബാസ് ട്രബിൾ ബോർഡ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കൊക്കെ കിടക്കാം. അപ്പോൾ ഗൈസ് ഈ കാണുന്നതാണ് നമ്മുടെ ബാസ് ട്രബിൾ ബോർഡ്. ഓക്കെ, ഇവിടെ കാണാൻ നമുക്ക് LM324 ബാസ് ട്രബിൾ ബോർഡ് നമുക്ക് മുകളിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന IC UTC 3204D എന്ന മോഡലാണ്. ഇതിൽ 2 IC യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അതുപോലെ തന്നെ ഗെയിൻ ബൂസ്റ്ററും തന്നിട്ടുണ്ട് 2 എണ്ണം. അതായത് നമ്മൾ കൊടുക്കുന്ന ഓഡിയോ ഇൻപുട്ട് കുറവാണെങ്കിൽ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കത് ബൂസ്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് നമുക്ക് കൂടുതൽ ഔട്ട്പുട്ട് ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഓക്കെ, അതിനാണ് ഈ 2 പ്രിസെറ്റ് വെച്ച് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് 2 കണക്ഷൻ അപ്പുറത്തിപ്പുറത്തായിട്ടാണ് വരുന്നത്. 2 ബാസിൻ്റെത്, 2 ട്രിബിൾ. ഓക്കെ, അങ്ങനെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഇവിടെ കാണാം, ഈ 3 ഇതാണ് ഇൻപുട്ട്. നമുക്കിവിടെ NP എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ 2 എണ്ണമാണ് ഔട്ട്പുട്ട്. ഇവിടെ OP എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്കിവിടെ കാണാം +12 വോൾട്ട് ആണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്കത് ഇവിടെ കൊടുക്കണം. അപ്പം അടിപൊളി ഒരു 120 രൂപ കിട്ടുന്ന നല്ലൊരു അടിപൊളി ബാസ് ട്രബിൾ ബോർഡാണിത്. പിന്നെ നമുക്ക് നല്ലൊരു തിക്നെസ് ഇതിൻ്റെ PCBയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നല്ല അടിപൊളി പ്രിൻ്റ് സർക്യൂട്ടാണ് നമുക്കിതിലും കിട്ടുന്നത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ റെസിസ്റ്ററിൻ്റെ കപ്പാസിറ്ററിൻ്റെ വാല്യൂ ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏതെങ്കിലും ഒന്ന് ചീത്തയായി പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ മാറിയിടാവുന്ന ഒരു അടിപൊളി സർക്യൂട്ടാണ് നമുക്ക് ഇവർ ചെയ്തു തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. നല്ലൊരു അടിപൊളി ക്വാളിറ്റി ബാസ് ട്രബിൾ ബോർഡാണിത്. അപ്പം നിങ്ങളുടെ അഭ്യർത്ഥന പ്രകാരമാണ് നമ്മൾ ഇത് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ ഒരു ബാസ് ട്രബിൾ ബോർഡിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്നും വിശ്വസിക്കുന്നു. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കണ്ടുകിട്ടാം. അതുവരേക്കും ബൈ.